പരീക്ഷകളിലെ മാർക്ക് മാത്രമല്ല ജീവിത വിജയത്തിന് അടിസ്ഥാനമെന്ന് കായിക യുവജന കാര്യമന്ത്രി ഒ.ജെ. ജനീഷ്. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ മെറിറ്റ് ഡേ സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷിന് സ്വീകരണവും അക്കാദമിക് സെന്റർ ഫോർ കരിയർ എക്സലൻസ് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്ക് സമ്പൂർണ്ണമായ കരിയർ ഗൈഡൻസ് നൽകുന്ന അക്കാദമിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇവിടെ എന്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ നിരന്തരമായി ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ജീവിക്കാൻ ഇവിടെ എന്തോ, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ ഇവിടെ എന്തോ, ഇവിടെ പഠിക്കാൻ ഇവിടെ എന്തോ, നമുക്ക് കുറെ ഇല്ലായ്മകളുണ്ട്. കാരണം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുടെ രാജ്യങ്ങളിലൊന്നാണ്. ഭൂമിശ്രയിലെ ഏറ്റവും വലിയ രാജ്യമല്ല ഇന്ത്യ, പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയിലെ മാറുന്നതിന്റെ കാരണം നമ്മുടെ പോപ്പുലേഷനാണ്. അപ്പൊ അത്രത്തോളം പോപ്പുലേഷൻ ഒരു രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ കരുത്തും ആ പോപ്പുലേഷൻ തന്നെയാണ്. ഈ പറയുന്ന ചെറുപ്പക്കാരുടെ എണ്ണം തന്നെയാണ്. ആ ചെറുപ്പക്കാരാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ഒരു ബ്രെയിൻ ഡ്രെയിൻ പോലെ സംഭവിക്കുന്ന പോലെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വിദേശ വിദ്യാഭ്യാസം നമ്മുടെ ഈ കാലത്തൊന്നും ആരംഭിച്ചൊന്നുമല്ല. ഗാന്ധിജി പഠിച്ചത് വിദേശത്തല്ല. ഗാന്ധിജി വിദേശ വിദ്യാഭ്യാസം നേടിയിട്ടില്ല. നെഹ്റു വിദേശ വിദ്യാഭ്യാസം നേടിയിട്ടില്ല. അംബേദ്കർ വിദേശ വിദ്യാഭ്യാസം നേടിയിട്ടില്ല. പിന്നെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് വിദേശ വിദ്യാഭ്യാസം നേടിയിട്ടില്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പോയി എടുത്തു നോക്കും. അവരെല്ലാം വിദേശ വിദ്യാഭ്യാസം നേടുകയും ആ കാലഘട്ടത്തിൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യം ഉണ്ടായിരിക്കുകയും ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ അവസരം ഉണ്ടാവുകയും അതിനുവേണ്ടി വിദേശത്ത് പോവുകയും പഠിക്കുകയും വലിയ രീതിയിൽ ഡിഗ്രികൾ സമ്പാദിക്കുകയും ചെയ്ത ആളുകളാണ്. അസോസിയേഷൻ പ്രസിഡന്റ് എൻ.ആർ. വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ മന്ത്രി ഒ.ജെ. ജനീഷിന് അസോസിയേഷൻ സ്വീകരണം നൽകി. മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി.കെ. ഷാജി, ശ്രീജിത്ത്, പി.കെ. സത്യശീലൻ, അജിത് കുമാർ, മൊയ്തീൻ, എം.എസ്. സാജു, രാജീവൻ പിള്ള, പി.ആർ. ബാബു, വിനോദ് കക്കറ, പ്രശാന്ത്, സി.സി. അനിത, സുപ്രഭ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.